ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹംറാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുക്കിങ്ങിൻ്റെ വീഡിയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് ടീം ഇത് ഓർഡർ തന്നതാണ് ഫ്രൂട്ട് കാർവിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ തണ്ണിമത്തനോണ്ടൊക്കെ ഒരു ഡിസൈൻ ചെയ്ത് വെക്കുമല്ലോ, അതിൻ്റെ ഒരു ഓർഡറാണ് ഇത് കിട്ടിയിട്ടുള്ളത്. നമ്മൾ വീടുകളിലൊക്കെ ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ടേബിൾ, അതായത് ഫ്രൂട്ട്സ്, പുഡിങ്, കേക്ക്സൊക്കെ വെക്കുന്ന ഡെസേർട്ടിൻ്റെ ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളൊക്കെ ഒരു മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെയൊക്കെ തണ്ണിമത്തനൊക്കെ ഡിസൈൻ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് ചെയ്യാവുന്ന ഒരു പരിപാടി തന്നെയാണ്. മെയിനായിട്ട് നമുക്ക് വേണ്ടത് ക്ഷമയോട് കൂടി ഇരിക്കുക, അതേപോലെ നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഡിസ്റ്റർബ് ഇല്ലാത്തൊരു ഏരിയ, അതേപോലെ നമുക്ക് നല്ല ടൈമും വേണ്ടത്. ടൈം എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ മെലോൺ ചെയ്യാൻ ഞാൻ 2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ടൈം സ്ലാപ്പ് എടുത്തിട്ടാണ് ഇതിങ്ങനെ വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തായിട്ട് വീഡിയോ വരും. എനിക്കിങ്ങനത്തെ ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്, ഒരു ക്രേസ് എന്നൊക്കെ പറയൂലേ, അതേപോലെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ, ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ചെയ്യുക. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ഫംഗ്ഷൻ്റെ ഒക്കെ ടേബിളൊക്കെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു വാട്ടർ മെലോണൊക്കെ ഒന്ന് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഞാനിതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു സൽക്കാരത്തിൻ്റെ. അപ്പോൾ അതിലൊക്കെ നമ്മൾ ടേബിളിൽ ഇതേപോലെ ചെയ്ത് വെച്ചത് കണ്ടിട്ടുണ്ടാവും. ഇതിങ്ങനെ ചെയ്യുന്ന വേസ്റ്റ് അല്ലേ, അതേപോലെ ഇത് തിന്നാനൊന്നും കഴിയൂല, പിന്നെ എന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് കരുതണ്ട. കാരണം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളെ വീട്ടുകാർക്ക് തിന്നാനൊരു ഫ്രൂട്ട് അങ്ങനെയും ചെയ്യാമല്ലോ ഇത്. അപ്പോൾ ഈ കസ്റ്റമേഴ്സൊക്കെ ഓർഡർ തരിക ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങൾ അവരെ ടേബിളിൽ വെച്ച് ചെയ്യുമ്പം നമുക്കും തന്നെ അത് ഭയങ്കര ഇൻട്രസ്റ്റാണ് ചെയ്യാൻ. അവരാഗ്രഹിച്ചതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കും തന്നെ നല്ലൊരു സന്തോഷമുള്ള കാര്യമല്ലേ അത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നല്ല ഷാർപ്പായിട്ടുള്ള ഇങ്ങനെ ഈ തലഭാഗമൊക്കെ നല്ല കൂർപ്പായിട്ടുള്ള കത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കുക. ഇതൊക്കെ ചെയ്യാൻ നല്ല എക്സ്പേർട്ട് ഉണ്ടായാൽ നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. പക്ഷേ നമ്മളിത് പഠിക്കാതെയൊക്കെ ചെയ്യുന്ന കാര്യമായതുകൊണ്ടായിരിക്കാം വലിയ വൃത്തിയായിട്ടൊന്നുമില്ല. എന്നാൽ പോലും എൻ്റെ കഴിവിൻ്റെ പരമാവധിയൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വലിയ വലിയ ഷെഫുമാരൊക്കെ നല്ല എക്സ്പേർട്ടായ കുറേ ഷെഫുമാരുണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ആ ടേബിളൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെയൊന്നുമല്ല, നല്ല രസമായിട്ടാണ് അവർ ഓരോ ഫ്രൂട്ട്സും ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കിട്ടോ. പിന്നെ അതേപോലെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നൊരു കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് അതും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാം. അപ്പോൾ ഈ വാട്ടർ മെലോൺ കാർവിങ് എങ്ങനെ ചെയ്യുന്നതൊക്കെ ലാസ്റ്റ് വരെ കണ്ടിരിക്കുക.
അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ മെലോണിൻ്റെ ലാസ്റ്റ് ഒരു ഭാഗം കേട്ടോ. അപ്പോൾ ലീഫൊക്കെ സൈഡിൽ വെച്ചത് കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ ഒരു പപ്പായൻ്റെ ഒരു ഡിസൈൻ ചെയ്യാനുള്ള ഓർഡർ കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് വരാം.